പാലക്കാട് കടുവ സെൻസസിന് പോയ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അജിത് ബാബു ഉണ്ട്. അജിത്ത് പറയൂ, എങ്ങനെയാണ് സംഭവം? സംഗീത സക്കറിയ, അട്ടപ്പാടി പുതൂരിലാണ് സംഭവം. അതായത് പുതൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവിനാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുള്ളത്. ഈ സെൻസസിനിടെ കാട്ടാന ആക്രമണത്തോടുകൂടി കാളിമുത്തുവും കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഓടി മാറുകയായിരുന്നു. ഇത്തരത്തിൽ കാളിമുത്തുവിനാണ് ആനയുടെ ആക്രമണം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് RRT സംഘം നടത്തിയ തെരച്ചിലാണ് കാളിമുത്തുവിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ എല്ലാം കടുവ സെൻസസിന് പോയ ഉദ്യോഗസ്ഥരെ കാട്ടിൽ കുടുങ്ങിയത് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നു. അത് കാട്ടാനയുടെ ആക്രമണത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുന്നതേ ഉള്ളൂ. RRT സംഘം ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയാണ് കാളിമുത്തുവിനെ കണ്ടെത്തിയത്. ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കൂടെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ആന എത്തിയതും പല സ്ഥലത്തേക്ക് എല്ലാവരും ഓടുകയായിരുന്നു. അങ്ങനെയാണ് കാളിമുത്തുവിന് ആക്രമണം ഏറ്റതെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സംഗീത, തീർച്ചയായും അജിത്ത്, ഇവർ എപ്പോഴാണ് പോയത്? എത്ര പേർ സംഘത്തിൽ ഉണ്ടായിരുന്നു? ഈ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഇദ്ദേഹത്തെ തിരികെ ആശുപത്രിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും മാറ്റാനോ അങ്ങനെയൊക്കെ സാധിച്ചിരുന്നോ? അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ടോ അജിത്ത്? സംഗീത, പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ ആന ഇത്തരത്തിൽ സെൻസസിന് പോയ സമയത്ത്, കടുവ സെൻസസിന് പോയ സമയത്തുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് കാട്ടാനയെ കണ്ടതും ഈ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടുകയായിരുന്നു. പിന്നീട് RRT സംഘത്തിനെയാണ് വിവരം അറിയിച്ചത്. ഇവർ ബന്ധപ്പെടാൻ ഉൾപ്പെടെ റേഞ്ച് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാകും. നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന വിവരം അനുസരിച്ച് ഈ കടുവ സെൻസസിന് പോവുകയും അവിടെ വെച്ചിട്ട് കാട്ടാന ആക്രമിക്കാൻ എത്തുകയും ചെയ്തതോടുകൂടി അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. ഓടി മാറിയ സമയത്ത് കാളിമുത്തുവിന് ഇത്തരത്തിൽ ആക്രമണമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുകയായിരുന്നു. പിന്നീട് RRT സംഘം ഉൾപ്പെടെ നടത്തിയ തെരച്ചിലാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തുകയും പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അജിത്ത്, എന്താണെങ്കിലും അതിദാരുണകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ നിന്നും തന്നെയുള്ള ഉദ്യോഗസ്ഥരെയായിരുന്നു കാണാതായിരുന്നതൊക്കെ. അന്നും ഇതുപോലെ തന്നെ സമാനമായി കടുവ സെൻസസിന് പോയ ഉദ്യോഗസ്ഥരെ കാണാതാവുകയും പിന്നീട് തിരിച്ചെത്തുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. അതേ ആ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ തന്നെയാണോ? അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അജിത്ത്? അതേ പ്രദേശത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ ഇത്തരത്തിൽ ഈ കടുവ സെൻസസിന് പോകാതെ കുടുങ്ങിയത് 20 കിലോമീറ്ററുള്ള ഉള്ളിൽ വനത്തിലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഈ രാത്രി 12:00 കൂടിയായിരുന്നു ഈ ഇത്തരത്തിൽ RRT സംഘം എത്തുകയും അവരെ തിരിച്ചെത്തുകയും പിന്നീട് രാവിലെ പുലർച്ചെ 6 മണിയോടുകൂടിയാണ് തിരിച്ചെത്തുകയും ചെയ്തത്. അതും ഈ പുതൂർ സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. പക്ഷേ അതിൽ ഈ ഉദ്യോഗസ്ഥർ ശരി അജിത്ത്, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വീണ്ടും അജിത്തിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ